നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല പച്ച വിരിച്ചിട്ടുള്ള ഒരു അടിപൊളി ഒരു പറമ്പ് കാണാം. ഈ ഒരു പറമ്പിൽ കൂടെ അങ്ങനെ നമ്മൾ ഈ ഒരു വാട്ടർഫാൾസിന്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് വാട്ടർഫാൾസിലേക്കുള്ള വഴി. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്. ഇന്ന് നമ്മളുള്ള ഒരു അടിപൊളി ഒരു വാട്ടർഫാൾസിന്റെ തൊട്ടടുത്തായിട്ടാണുള്ളത്. എല്ലാവർക്കും ഋതു വ്ളോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട്. അത് നേരെ വീഡിയോക്ക് പോകും. അങ്ങനെ നമ്മൾ ഈ ഒരു വാട്ടർഫാൾസിന്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് വാട്ടർഫാൾസിലേക്കുള്ള വഴി. അപ്പോൾ പുതിയതായിട്ട് ഉണ്ടാക്കി ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു പള്ളി കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി ഒരു വ്യൂ ആണ്. ഇന്ന് എന്താ പറയുക, വർക്കിംഗ് ഡേയ്സ് ആയതുകൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഇനി അതിൻ്റെ അപ്പുറം ചെന്ന് കഴിഞ്ഞാൽ ഉണ്ടോ എന്നുള്ളത് അറിയില്ല. പിന്നെ ഇതിൻ്റെ അടുത്തായിട്ട് ഇവിടെ കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു വാട്ടർഫാൾസിലേക്കുള്ള വഴിയിൽ കൂടെ ഇങ്ങനെ നടന്നു പോയി. രണ്ട് സൈഡിലായിട്ട് കമ്പിയൊക്കെ വെച്ച് നല്ല സെറ്റാക്കിയിട്ടുണ്ട്. അതേപോലെ പെയിന്റ് ഒക്കെ അടിച്ച് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇതിന്റെ തൊട്ടടുത്തുള്ള പള്ളിയാണ് ഈ കാണുന്നത്. നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് കരിങ്കപ്പാറ വാട്ടർഫാൾസ് ആണ് കേട്ടോ. അങ്ങോട്ടുള്ള വഴിയിലാണ് ഇപ്പോൾ ഉള്ളത്. ആ ഒരു കാഴ്ച കാണാനാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത്. നേരെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു വഴിയിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുവരെ വരാനുള്ള ഓപ്ഷനേ ഉള്ളൂ കേട്ടോ. ഇത് ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടി മാത്രമായിട്ട് ചെയ്താണ്. ഇവിടെ വന്നിട്ട് ഈ കാഴ്ചകളൊക്കെ കാണാം. പിന്നെ അവിടെ ഇറങ്ങാനുള്ള ഓപ്ഷൻ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കാണാം ഈ കാര്യങ്ങളെല്ലാം. ഇനി നമ്മൾ ഈ വെള്ളം ചാടുന്ന ഒരു ഏരിയ ഉണ്ട്, ആ ഒരു ഏരിയയിലേക്ക് പോവാം. അത് നമ്മൾ ഈ സൈഡിൽ കൂടി ഇങ്ങനെ ഇറങ്ങിയിട്ട് ഈ ഒരു പള്ളിന്റെ ഒരു ഭാഗത്തു കൂടിയാണ് പോകേണ്ടത് കേട്ടോ. ഇവിടെ നല്ല പച്ച വിരിച്ചിട്ടുള്ള ഒരു അടിപൊളി ഒരു പറമ്പ് കാണാം. ഈ ഒരു പറമ്പിൽ കൂടി നമ്മൾ അങ്ങനെ നടന്നു കഴിഞ്ഞാൽ ആണ് വാട്ടർഫാൾസ്. ആ ഒരു ഏരിയയിലാണ് വാട്ടർഫാൾസ് വരുന്നത്. അപ്പോൾ അങ്ങോട്ട് നടന്നു പോകണം. അവിടെ പിന്നെ കുറേ ഫാമിലി കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് വീഡിയോ എടുക്കലൊക്കെ നടക്കുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഇതിൽ കൂടി ഒരു ഇതുണ്ട് കേട്ടോ, ഒരു വെള്ളം വരുന്ന ഒരു ഏരിയ ഉണ്ട്. ഇതാണ് കേട്ടോ വാട്ടർഫാൾസ്. അടിപൊളിയാണ്. ഇവിടെ ഫാമിലി അതേപോലെ തന്നെ ഫ്രണ്ട്സുകൾക്കൊക്കെ വന്ന് കുളിക്കാനൊക്കെ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ്. അപ്പോൾ നമ്മൾ കരിങ്കപ്പാറ വാട്ടർഫാൾസിന്റെ തൊട്ട് മുന്നിലാണുള്ളത്. അപ്പോൾ നമ്മളിവിടെ വന്ന് കുറേ ഫ്രണ്ട്സുകളെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി ഒന്ന് കുളിക്കാന്നുള്ള പരിപാടിയിലാണ്. ഇപ്പോൾ ഇന്ന് അത്ര വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. ഇന്ന് എന്താ പറയുക, വർക്കിംഗ് ഡേയ്സ് ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. നമുക്ക് എന്താ പറയുക, ഇവിടെ ഒന്ന് കുളിക്കാനൊക്കെ പറ്റും. പക്ഷെ വർക്കിംഗ് ഡേയ്സ് അല്ലാത്ത ടൈമിൽ വന്നു കഴിഞ്ഞാൽ ലീവുള്ള ദിവസങ്ങൾ സൺഡേയിലും സാറ്റർഡേയിലൊക്കെ മറ്റേ സൺഡേയിലും പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും ക്രിസ്മസ്, ഓണം, പെരുന്നാൾ അങ്ങനത്തെ ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല തിരക്കാവും. പക്ഷെ ഇതൊരു സീസണൽ വാട്ടർഫാൾസ് ആയതുകൊണ്ട് ഈ മഴക്കാലത്ത് മാത്രമേ ഇവിടെ വെള്ളം വരുള്ളൂ. അപ്പോൾ അത് നോട്ട് ചെയ്യാം. അപ്പോൾ ഏതായാലും നമ്മളെ കുളിസീനാണ്. അപ്പം ആ ഒരു ഭാഗത്താണ് കേട്ടോ വെള്ളമുള്ളത്. വെള്ളം കൂടുതലല്ല, പിന്നെ കുറച്ച് ഹൈറ്റും ഉണ്ട് ഇവിടെ. അപ്പോൾ നല്ല ഹൈറ്റിൽ നിന്നാണ് വെള്ളം ചാടുന്നത്. കുട്ടികൾക്കൊക്കെ ആ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ പണിയുണ്ടോ, പോയതിനെ കാണുന്നില്ലല്ലോ. ഇവിടെ ചെറിയ കുട്ടികൾക്കൊക്കെ വന്ന് കളിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടില്ല. വാടാ
മലപ്പുറം വയലത്തൂര് കരിങ്കപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഈ ഒരു വാട്ടർഫാൾസ്, അതായത് സീസണൽ വാട്ടർഫാൾസിന്റെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നത്. ഇവിടെ തിരൂരിൽ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള ഡിസ്റ്റൻസ് വരുന്നത് 19 കിലോമീറ്റർ ആണ് കേട്ടോ. ഇവിടുന്ന് ഇവിടെ ബസ്സിൽ വരികയാണെന്ന് പറഞ്ഞാൽ ബസ് ഇതിന്റെ തൊട്ട് മുന്നിലാണ് എത്തും. ജസ്റ്റ് ഒരു വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇവിടുന്ന് കുറെ ആൾക്കാരെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു, കുറെ ഫാമിലി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാവരും ഇവിടെ നാട്ടുകാർ തന്നെയാണ്. ഇവര് എന്താ പറയാ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ പരിചയപ്പെട്ടിരുന്നു. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോസുമായി വരുന്നവരെ ഓക്കെ, ബൈ ബൈ.